ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷിസു യുച്ചിയ മരിച്ചില്ലെങ്കിൽ എന്ന വീഡിയോയുടെ പാർട്ട് 5 ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ആ വീഡിയോസ് കണ്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈക്കും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞത് എന്താണ്? നമ്മുടെ ജിറായ, ഷിസൂയി, കക്കാഷി 3 പേരും ചേർന്ന് നമ്മുടെ കോനാനെ കടത്തിക്കൊണ്ട് ആ ഒരു കാമോയി ഡയമെൻഷനിൽ വന്നതാണ്. അങ്ങനെ നമ്മുടെ കോനാന് പതിയെ ബോധം വരാൻ വേണ്ടി തുടങ്ങും. ഈ സമയം കോനാനാണെങ്കിൽ ഓൾറെഡി ജിറായുടെ ആ ഒരു ട്രാപ്പിലാണ് ഉള്ളത്. കോനാന് ബോധം വന്നയുടൻ തന്നെ പറയും, എന്നെ പുറത്തു വിട് ജിറായ സെൻസെ, നിങ്ങൾ എന്നെ കടത്തിക്കൊണ്ടുവന്നാൽ അക്കാട്സുകിയുടെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമെന്ന് കരുതിയോ? നിങ്ങൾ ഞങ്ങളെ ട്രെയിനിങ് ചെയ്ത് ശക്തരാക്കി, എന്നാൽ സമാധാനത്തിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾ പറഞ്ഞു തന്നത് തെറ്റാണ്. മറ്റുള്ളവരെ സഹായിച്ച് സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയില്ല. അതിനൊരു ദൈവം തന്നെ വേണം. അതാണ് ഞങ്ങളുടെ പെയിൻ. അപ്പോഴാണ് ജിറയ, കോനാൻ നിനക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ മറ്റുള്ളവരെ കീഴടക്കി ഭരിച്ച് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ അത് സമാധാനമല്ല, അത് തെറ്റായ പാതയാണ്. എന്നാൽ കോനാൻ ആണെങ്കിൽ ഇതിനൊന്നും ഉത്തരം പറയില്ല. അങ്ങനെ നമ്മുടെ ഷിസൂയി പറയും, ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അവൻ ആരാണ്? അവൻ എന്താണ് വേണ്ടത്? അപ്പോൾ നമ്മുടെ കോനാൻ പറയും, അക്കാട്സുകിയിലെ ഒരു മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടില്ല. ഇത് കേട്ട് ജിറയ ആണെങ്കിൽ, കോനാൻ നീ മുഴുവനായി മാറിപ്പോയി. അങ്ങനെ നമ്മുടെ ഷിസൂയി പറയും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്നും നമുക്ക് ഒരു ഇൻഫോർമേഷൻസ് കിട്ടില്ല. അതുകൊണ്ട് ജിറായ സെൻസെ എന്ന് പറഞ്ഞ് നമ്മുടെ ഷിസൂയി ആണെങ്കിൽ ആ ഒരു കോട്ടാമട്സുകാമി ഗെഞ്ചിറ്റ്സു വെച്ച് ലീഫ് വില്ലേജിൽ കുറാമ അറ്റാക്ക് നടന്നതും ആ ഒരു കുറാമ ഒരുപാട് പേരെ കൊന്നതും തുടങ്ങിയ വിഷ്വൽസ് ഒക്കെ ഓരോ സംഭവങ്ങൾ കോനാന്റെ മുന്നിലായി നടക്കുന്ന രീതിയിലുള്ള ഒരു ഗെഞ്ചിറ്റ്സു കാണിച്ചു കൊടുക്കും. അതും ഈ ഒരു അറ്റാക്കും ആൾക്കാർ കൊല്ലുന്നതും അതുപോലെ ചോര തെറിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു 100 തവണയെങ്കിലും റിപ്പീറ്റ് ആയി തന്റെ ഗെഞ്ചിറ്റ്സുവിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സീരീസിൽ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഈ ഉച്ചിഹയെ എല്ലാവരും കൊന്നതിന് ശേഷം നമ്മുടെ സാസ്കെ ഗെഞ്ചിറ്റ്സുവിലാക്കി ഉച്ചിഹയിലെ ഓരോ ആൾക്കാരെയും കൊന്നത് ഒരു ഇല്യൂഷനിലൂടെ കാണിച്ചു തരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഷിസൂയി ഇവിടെ കോനാനും ഇത് ചെയ്യുന്നത്. അങ്ങനെ കോനാനാണെങ്കിൽ ഗെഞ്ചിറ്റ്സുവിൽ നിന്നും ഇതൊക്കെ കണ്ട് പേടിച്ച് പുറത്ത് വന്ന് ഷോക്കായി ഇങ്ങനെ നിൽക്കും. അങ്ങനെ കിതച്ചുകൊണ്ട് നിൽക്കുന്ന കോനാൻ പറയും, ജിറായ സെൻസെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. അങ്ങനെ കോനാനും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. സെൻസെ, നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾ 3 പേരും ചേർന്ന് അക്കാട്സുക്കി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേരായ വഴിയിലൂടെയായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് പോയത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഹാൻസോയുടെ ചതിയിലൂടെ നമ്മുടെ യാഹിക്കോ മരണപ്പെട്ടു. ഇത് കണ്ട് നാഗട്ടോ ആണെങ്കിൽ ഇനി സമാധാനത്തിന്റെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കും ഇത് തന്നെയാണ് വരിക എന്ന് മനസ്സിലായി ഈ ഒരു അക്കാട്സുക്കി ഈവിൾ ഗ്രൂപ്പിലേക്ക് മാറാൻ തീരുമാനിക്കും. അപ്പോഴാണ് യാദൃശികമായിട്ട് മാസ്ക് വെച്ചിട്ടുള്ള ആ ഒരു മാതറ പറഞ്ഞ ക്യാരക്ടർ വരികയും ജിഞ്ചുരികളെ പിടിക്കണമെന്ന ആശയം അക്കാട്സുക്കിയിൽ മുന്നോട്ട് വയ്ക്കുന്നതും അവനാണ്. അപ്പോൾ നമ്മുടെ ജിറയ പറയും, അവൻ എന്തായാലും മാതറ അല്ല എന്ന കാര്യം കൺഫേം ആണ്. ഈ സമയം കോനാൻ പറയും, അവന്റെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ അവൻ ലീഫ് വില്ലേജിന്റെ ആ ഒരു വെള്ളച്ചാട്ടമില്ലേ, വാലി ഓഫ് ദ എൻഡ്, അതിന് തൊട്ടടുത്തുള്ള ഒരു ഗുഹയിലാണ് ഉള്ളത്. പെയിൻ ആ ഒരു മാതറയെ കാണാൻ വേണ്ടി ആ ഒരു ഗുഹയ്ക്ക് അടുത്താണ് പോയിരുന്നത്. അങ്ങനെ കോനാന്റെ കയ്യിൽ നിന്നും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി നമ്മുടെ ഷിസൂയി പറയും, അവന്റെ പ്രധാന ലക്ഷ്യം ടെയിൽഡ് ബീസ്റ്റിനെ ക്യാപ്ചർ ചെയ്യലാണ്. പക്ഷെ എന്തിന്? അവൻ എന്തായാലും ഒറ്റയ്ക്ക് ഈ ടെയിൽഡ് ബീസ്റ്റിനെ ഒന്നും പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കും അക്കാട്സുക്കി ഇവിടെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇവിടെ ഫയർ ഡൈമോ ആണ് കാണിക്കുന്നത്. ഫയർ ഡൈമോയുടെ അടുത്തായിട്ട് നമ്മുടെ ഹിറുസനും ഉണ്ടാകും. അങ്ങനെ ഫയർ ഡൈമോ പറയും, ഹിറുസൻ, ഷിക്കാക്കു നാറ വില്ലേജിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു. അതിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഡാൻസോ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും നീ എന്തിനെതിനും കൂട്ടുനിന്നു? അങ്ങനെ ഹിറുസൻ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഡാൻസോ തുടക്കത്തിൽ വില്ലേജിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഡാൻസോ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നാൽ അവൻ എന്നോട് പറഞ്ഞത് വില്ലേജിന്റെ നല്ലതിന് വേണ്ടിയാണ്, വില്ലേജിന്റെ ഭാവിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു പരിധിവരെ വില്ലേജിന്റെ നല്ലതിനല്ലേ എന്ന് കരുതി ഞാനും ഇതിന് കൂട്ടുനിന്നു പോയി. ഇത് കേട്ട് ഫയർ ഡൈമോ പറയും, ഇതുവരെ വന്ന ഹൊക്കാഗേസിൽ നീയും നല്ലൊരു ഹൊക്കാഗെ ആയിരുന്നു, എന്നാൽ ഡാൻസോയുടെ കാര്യത്തിൽ നിനക്ക് തെറ്റുപറ്റി. ഹിറുസൻ പറയും, അതെനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ എന്തായാലും ഹൊക്കാഗെ പദവിയിൽ നിന്നും മാറി നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. സുനാഡയെ 5th ഹൊക്കാഗെ ആക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫയർ ഡൈമോ പറയും, ഏത്? നമ്മുടെ സുനാഡയോ? ഹാഷിരാമയുടെ ഗ്രാൻഡ് ഡോട്ടർ കൂടാതെ ലെജൻഡറി സനിയനോ? എന്നാൽ പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് അതിന്റെ ഒരു തീരുമാനം എടുക്കാമെന്നും ഫയർ ഡൈമോ ഇവിടെ പറയും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഷിസു യുച്ചിയെയാണ് കാണിക്കുന്നത്. ഇവിടെ ജിറയ ആണെങ്കിൽ നമ്മുടെ കോനാനെ വെറുതെ വിട്ടിട്ടുണ്ടാകും. കാരണം എന്തെന്നാൽ നമ്മുടെ ജിറയ സെൻസെ പറഞ്ഞിരുന്നു, മറ്റുള്ളവരെ അടിമകളാക്കി കണ്ട് അങ്ങനെ ഭരിച്ചു പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശത്രുതയുണ്ടാവുകയുള്ളൂ. പലരും ഇപ്പോൾ പെയിൻ കാരണം പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെയിൻ കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നെയും ഈവിളായി മാറും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഷിസൂയി, കക്കാഷി, ജിറയ 3 പേരും നമ്മുടെ കോനാൻ പറഞ്ഞതുപോലെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള ഗുഹയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി മുന്നോട്ട് പോകുമ്പോഴതാ തൊട്ടു മുന്നിലായി നമ്മുടെ മാസ്ക് വെച്ച ക്യാരക്ടർ ഉണ്ടാകും. അങ്ങനെ 3
പേരും ഒരു ഫൈറ്റിന് വേണ്ടി റെഡിയാകുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ ആണെങ്കിൽ ആ ഒരു കേവിനുള്ളിൽ, അതായത് ഗുഹയ്ക്കുള്ളിൽ മുഴുവൻ പേപ്പർ ബോംബ്സ് വെച്ചിട്ടുണ്ടാകും. അതൊക്കെ പൊട്ടിത്തെറിക്കുകയും ഈ സമയം മാസ്ക് വെച്ച ക്യാരക്ടറിന്റെ ഒരു ക്ലോൺ ആയിരിക്കും അവിടെ ഉണ്ടാവുക. 3 പേരുടെയും മേൽ ആ ഒരു പാറയൊക്കെ വീണ് ഇവർ മരിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജിറായ ടോഡിനെ വെച്ച് അതിന്റെ ഉള്ളിൽ കയറി എങ്ങനെയൊക്കെ അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തുന്നു. അങ്ങനെ 3 പേരും പുറത്തെത്തിയപ്പോഴതാ ഒരു വലിയ വൈറ്റ് സെറ്റ്സുവിന്റെ ഒരു ആർമിയും അതിനെ നടുക്കായിട്ട് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറും ഉണ്ടാകും. അങ്ങനെ അവൻ പറയാൻ തുടങ്ങും, ഞാൻ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എന്റെ പുറകെ തന്നെ വരികയാണ്. കക്കാഷിയുടെ ഷെറിഗൻ ഉള്ളിടത്തോളം എന്നെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഫൈനലി തന്റെ ആ ഒരു മാസ്ക് ഊരുന്നു. അപ്പോൾ തന്നെ കക്കാഷി, ഷിസൂയി, ജിറായ 3 പേരും ഇത് ഒബീറ്റോ ആണെന്ന് മനസ്സിലായി ഷോക്കായി നിൽക്കും. അങ്ങനെ നമ്മുടെ കക്കാഷി ആണെങ്കിൽ ഒബീറ്റോ ഇത് നീ തന്നെയാണോ എന്ന് പറയുന്നതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു.